സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ദൈവം നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? ഒറ്റ വാക്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? സ്തോത്രം. നമുക്ക് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അറിയാൻ വയ്യത്തുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയിൽ സാക്ഷ്യത്തിന് കൊടുക്കുന്നുണ്ട്. ഈ സാക്ഷ്യമൊക്കെ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എടുത്തു പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അതിനുള്ള തെളിവ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വിഷയങ്ങൾക്കൊക്കെ നമ്മൾ വ്യത്യസ്തനായിരിക്കണം. ഒരു ദിവസം 2 ദിവസം അടുപ്പിച്ച് നമ്മുടെ നടുവിൽ ഒരാൾ വന്നാൽ അവർക്കൊരു വ്യത്യാസം മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട് നമ്മളിൽ. അല്ലാതെ നമ്മുടെ കയ്യടിയൊന്നും കണ്ടിട്ട് ആരും ഒന്നും പേടിക്കത്തൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ഏക ഉദ്ദേശം എന്താ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിശാചിനെ ചവിട്ടിക്കൊല്ലാനാണോ? ആണോ? കൊന്നോ? നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ദൈവനെ ഇച്ചിരി നമുക്ക് പാടാം. അവിടെ നിൽക്കേ. പിശാചിനെ കൊല്ലാനാണോ വന്നേ? അല്ല, പിശാചിനെ കൊല്ലാനല്ല. നമ്മൾ പിശാചിനെ എന്ത് ചെയ്യുക? കൊല്ലാൻ നടക്കുക. സ്തോത്രം. പിന്നെ എന്തിനാ കർത്താവ് വന്നേ? അതിനെന്താണ് കർത്താവ് ചെയ്യുന്നത്? എന്തിനാ വന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഒരാളോടൊക്കെ പറയാൻ പറ്റത്തില്ല. തെറ്റട്ടെന്ന് നിങ്ങളിങ്ങ് പറയാം. നിങ്ങൾ തെറ്റുമ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും പോഷന്. ഈ ലോകത്തിൽ എന്ത് വന്നാലും യേശുവിൻ്റെ അത്ര പോഷനാകാൻ നിങ്ങൾക്ക് പരിയത്തില്ല. യേശുവാണ് ഈ ലോകത്തിലെ ഏറ്റവും പോഷൻ. നിങ്ങൾ എന്ത് ചോദിക്കും? ഇന്നു വരെ നിങ്ങൾ മനസ്സോടെ എവിടെയോ വചനം വായിച്ചോണ്ടൊക്കെ ചെയ്ത് കാണും. നിങ്ങൾ മനസ്സോടെ നിങ്ങളെക്കാൾ താണ്, അതിനെക്കാട്ടി താണ് ഒരു മനുഷ്യരെ മോനെ അവിടോട്ട് ഇരുന്നാട്ട് ഞാൻ കാല് കരിക്കട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കാല് കരിക്കുകയോ? എന്നാൽ സ്വർഗത്തിലിരുന്നവൻ ഇറങ്ങി വന്ന് നമ്മുടെ കാല് കഴുകി. അതും കഴുകി എവിടം വരെ കഴുകി? അവനെ ഒറ്റി കൊടുത്ത് ആ പണം പോക്കറ്റിൽ കിടക്കുന്നവന്റെ കാല് വരെ അവൻ കരുതി. സ്തോത്രം. അങ്ങനെയുള്ളൊരു ദൈവത്തെ നാം സേവിക്കുന്നത്. ഇപ്പൊ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? എന്താ? നമ്മളെ മക്കൾ മഹത്വം എടുക്കണം. കർത്താവിന്റെ മഹത്വം എടുക്കാൻ വല്ല കൊതുകോ ഈച്ചയോ വല്ല കടന്തലൊക്കെ പോരായോ? യുദ്ധത്തിന് ഞാൻ കടന്തലിനെ അയക്കുമെന്ന ഇല്ലേ? ഞാൻ അശൂരിൽ നിന്ന് കൊതുകിനെ വിളിച്ചു വരുത്തും. യെശയ്യാ പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ വായിച്ചു നോക്കണം. അശൂരിൽ ഞാൻ കൊതുകിനെ വിളിച്ചു വരുത്തുമെന്ന് എന്നൊക്കെ എഴുതിയിരിക്കുക. ദൈവത്തിന് ചില പ്രാണികളൊക്കെ മതി. അപ്പൊ പിന്നെന്താ? നമ്മളെ കുറിച്ച് എന്താ ദൈവത്തിന്റെ ഉദ്ദേശം? എന്താ? വാക്യങ്ങൾ തന്നെ കിടപ്പുണ്ട്. അതൊന്നും നമ്മുടെ ഹൃദയത്തിലേ ഇല്ല. വാക്യങ്ങൾ തന്നെ കിടപ്പില്ലേ? എന്താ? അവന്റെ ഇഷ്ടമോ? അത്രയും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പറയും. വാക്യങ്ങൾ തന്നെ കിടപ്പുണ്ട് ഒത്തിരി. ശുദ്ധീകരണം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വിശുദ്ധീകരിക്കുക, ദൈവത്തിന്റെ മക്കളാക്കുക. അപ്പൊ നമ്മളിപ്പോ ആരല്ലായിരുന്നു? മക്കളല്ലായിരുന്നു. ഇതറിയാതെ, ഇത്രയും കാര്യം അറിയാതെ അതിനടുത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ചോദിക്കേ? സ്വത്രം. ഓണം കഴിഞ്ഞാല് നമുക്കൊരു ശാപ്പാടടിക്കാവുന്ന വിചാരിച്ചാൽ നീ പറഞ്ഞു വരുന്നേ. സ്വത്രം. ഹല്ലേലൂയ. കർത്താവ് കിടന്ന് പണിപ്പെടുക. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇതൊന്നും നമ്മൾ തലേക്കാരം വെച്ചൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളെ അപ്പോസ്തല പ്രവൃത്തി ഏറ്റവും ലാസ്റ്റിലെ 3 വാക്യം വായിച്ചു. ഏറ്റവും ലാസ്റ്റിലെ 4 വാക്യം വായിച്ചു. ഏറ്റവും ലാസ്റ്റിലെ 4 വാക്യം അതിനകത്ത് അത് വീണ്ടും ആവൃത്തി ചെയ്തിട്ടുണ്ട്. അതുകൂടെ വായിക്കണം. നോക്ക്. റൂട്ട് മാറി പോകുക. എങ്കിലും സാരമില്ല, എന്തായാലും പഠിക്കണ്ടേ നമ്മൾ. അത് തന്നെയല്ലേ? ശരിയല്ലേ? നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും. കണ്ണുകൊണ്ട് നമ്മളോട് പറയുക, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. അപ്പം സൗഖ്യമാക്കണമെന്ന് മനം തിരിയണം. ഹൃദയം കൊണ്ട് കേട്ട് മനം തിരിയാതെ ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന്. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പം നിങ്ങൾ ചെവി കൊണ്ട് കേട്ടും ഗ്രഹിക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ടും
എത്ര ആരാധിച്ചിട്ടും എത്ര വചനം വായിച്ചിട്ടും ഗ്രഹിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. ദൈവം അങ്ങനെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? ദൈവം അങ്ങനെ അടച്ചു കളയുമെന്ന് അങ്ങനല്ലേ ഇരിക്കുന്നേ? അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു മനംതിരിയാതെയും. അടുത്ത വാക്യം നോക്കി. ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക. ഇനിയും അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സ്തോത്രഹല്ലേലൂയ ഒന്നുകൂടെ വായിക്കണം. മത്തായി 13:14 വാക്യം വായിച്ചേ. 13:14 വാക്യം. ഗ്രഹിക്കയില്ല താനും, കേട്ടോ? സ്തോത്രം. ഇത് യഥാർത്ഥ വാക്യം എവിടെയാണെന്നറിയോ? ഇത് യേശുക്രിസ്തു പറഞ്ഞതാ. മറ്റേത് പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറഞ്ഞതാ. യെശയ്യാ എന്നാ വായന, അതോടെ വായന 6:9-10 കൂടെ വായന. നീ പ്രവാചകനോട് പറയുക, നീ അവരുടെ കാത് അടച്ചു കളയാൻ, ഹൃദയം അടച്ചു കളയുവാൻ. സ്വതന്ത്രം. അങ്ങനെ അടച്ചു കളഞ്ഞാണ് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അത് വീണ്ടും എഴുതിയിട്ടുണ്ട്. സ്വതന്ത്രം. അവർ തേജസ്സിന്റെ കർത്താവിനെ, കൊരിന്ത്യലേഖൻ, അവർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന്. അടുത്ത വാക്കി, എന്നിട്ട് തന്നെയും പ്രമാണികൾ അനേകർ അവനെ വിശ്വസിച്ചെന്നായിരിക്കുന്നു. അപ്പം ദൈവം ഒരു കൂട്ടം ജനത്തിന് മന്ദത ഇട്ടിട്ട് അവരെ കൊണ്ട് തള്ളിക്കളയിച്ചിട്ട് ഈ ക്രിസ്തു ജാതികൾക്ക് പ്രയോജനപ്പെടാൻ ദൈവം നമ്മളോട് കാണിച്ച കരുണയാണ്. അവര് തള്ളിക്കളയാൻ. അപ്പൊ നമ്മൾ ഇത് കേട്ടിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ദൈവം എനിക്കിത് ഗ്രഹിപ്പിക്കണമേ, എന്നെ ഒന്ന് മനസ്സിലാക്കണമേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മളെ ദൈവമക്കളാക്കുക. നമ്മൾ ദൈവമക്കളല്ല, നമ്മളല്ലായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം, ആണോ അല്ലയോ അവരവർക്കറിയാം. സ്നാനപ്പെട്ടെന്നൊക്കെയുള്ള കഥ അവിടെ തന്നെ നിൽക്കട്ടെ. സ്തോത്രം. ശിമിയോൻ താൻ സ്നാനമേറ്റ്, വിശ്വസിച്ച് സ്നാനമേറ്റ് അവരോട് ചേർന്നതല്ലേ ഇരിക്കുന്നത്. ആരാ സ്നാനപ്പെടുത്തിയേ? ഏറ്റവും വലിയ പത്രോസും യോഹന്നാനും പോയി അവരോട് ശമരിയർ 8-ാം അധ്യായത്തിൽ ശമരിയർ വചനം കൈക്കൊണ്ടെന്ന് കേട്ടിട്ട് പത്രോസ് യോഹന്നാൻ ഓടെ ചെന്നു. അങ്ങനെ അവരോട് സുവിശേഷം പറഞ്ഞ് അവര് പരിശുദ്ധാത്മാവിന് വേണ്ടി ചെന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ശിമിയോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ്. ആരാ? ആഭിചാരം ചെയ്യുന്നവനാ. സ്നാനമേറ്റ് അവരോട് ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിനെ ഞാനും കൈവയ്ക്കുമ്പോൾ ഇവരും തുള്ളണം, ഇവരും എന്ത് ചെയ്യണം, അതുകൊണ്ട് എനിക്കിതിനെ തരണം. അതുകൊണ്ട് പണം കൊണ്ട് അവന്റെ മുമ്പിൽ വെച്ചപ്പോൾ നിന്നോടുകൂടെ നിന്റെ പണം നശിച്ചു പോകട്ടെ. ആര് പറയുക? പത്രോസ് പറയുക. അപ്പൊ ഇവൻ എന്ത് ചെയ്തിട്ടില്ല? ശരിക്ക് മാനസാന്തരപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, പത്രോസ് കൃപയിലേക്ക് നടത്തിയ വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ കൈയടിച്ചെന്ന് വിചാരിച്ചൊന്നും നമ്മൾ തന്നെ ശോധന ചെയ്യണം. ഞാൻ യഥാർത്ഥമായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ തന്നെ പാൽവേല ചെയ്യുന്ന ഈ സമയത്ത് നമുക്കിതിന് താല്പര്യമില്ല, നമ്മൾക്ക് ആ നിത്യതയിൽ ചെല്ലാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കരുതോ? നമുക്കൊരു ലക്ഷ്യമില്ലേ? നമ്മൾ തന്നെ സമയം മെനക്കെടുത്തുന്നത്. അപ്പം നമ്മുടെ ശുദ്ധീകരണം എടുക്കാൻ സമയമൊന്നുമില്ല. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്ന മനുഷ്യൻ പാപം ചെയ്യുന്നു, പിശാചിന്റെ മകനാകുന്നു. അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ വന്നു. അപ്പൊ പിശാചിന്റെ പ്രവൃത്തി അരിക്കണം, എന്നാലേ ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരത്തുള്ളൂ. ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട്.
സ്തോത്രം, സ്തോത്രം. നിങ്ങളെ 12:10 എന്തിനാണ്? സ്തോത്രം. അവന്റെ വിശുദ്ധീകരണം പ്രാപിപ്പാനല്ലോ അവൻ നിങ്ങൾക്ക് ബാലശിക്ഷ തരുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം വരണം, അവന്റെ ലക്ഷ്യത്തിലേക്ക് വരണം. നാം അടിമപ്പെട്ടു പോയി, നമ്മളിൽ മരണം വന്നു, നമ്മളിൽ ശാപം വന്നു, നമ്മളിൽ രോഗം വന്നു, നമ്മുടെ ചിന്ത പിശാചിൻ്റെതായി പോയി, നമ്മുടെ ഇഷ്ടം പിശാചിൻ്റെതായി പോയി. അവിടെ നിന്ന് ദൈവം നമ്മളെ ഉയർത്തുകയാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആരുടെ അടിമത്തത്തിലാണ്? പിശാചിൻ്റെ അടിമത്തത്തിലാണ്. ഇത് ശരിയാണോ നോക്കി? ഈ സ്തോത്രം ഫറവോന്റെ അവിടെ ഈ പണിയുന്നവരെല്ലാം ആരുടെ അടിമത്തത്തിലാണ്? ഫറവോന്റെ അടിമത്തത്തിലാണ്. അപ്പോൾ അതൊരു ഒരു ദൃഷ്ടാന്തമായി അടയാളമായി കാണിക്കുക, പിശാചിന്റെ അടിമത്തത്തിലാണ്. അപ്പൊ ഇനി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ഇപ്പോൾ ഉപമ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അപ്പൊ നോക്കണം, അപ്പൊ ഈ പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ഫറവോന്റെ, പിശാചാണ് അവിടെ ഫറവോനായിട്ട് കാണിച്ചിരിക്കുക. ആ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ഇവരെ വിടുവിക്കണം, ഈ ജനത്തെ വിടുവിക്കണം. വിടുവിക്കണമെങ്കിൽ ആദ്യം ദൈവം ചെയ്തത് എന്താ? അങ്ങനെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകട്ടെ. അറിയത്തില്ലോ? അവിടെ ഇവിടെയൊക്കെ അനക്കമുണ്ട്, പക്ഷേ ഇതുവരെ കോഴിക്കുഞ്ഞ് പുറത്തു വന്നില്ല. അവിടെ ഇവിടെയൊക്കെ അനങ്ങുന്നുണ്ട്. ഈ പറയുന്നത് പോലും ധൈര്യമില്ല, പറഞ്ഞ പുറത്ത് വരുന്നില്ല. ഒന്ന് മനസ്സിലാകുന്നു. ആദ്യം ചെയ്തു പറഞ്ഞു, ആദ്യം അതിന് ദൈവം. ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഈ ഇസ്രായേൽ ജനം മുഴുവനും 12 ഗോത്രവും എവിടെയാ? ഫറവോന്റെ അടിമത്തത്തിൽ. അവിടെ നിന്ന് ഈസിയായി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ചുറ്റോടി ചുറ്റും എന്താ? ചെങ്കടല. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലെ തന്നെ, ഇത് തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ കൊണ്ട് ബന്ധിച്ചിട്ട് കാണിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുക, നീ ഒരു ബന്ധനത്തില, നീ കാണാത്ത ഒരു ചങ്ങല കൊണ്ട് പിശാചിനെ ബന്ധിച്ചിരിക്കുക. നീ ഇരുട്ടറയില, നിനക്ക് അവിടെ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇസ്രായേൽ മക്കൾ 1-2 വർഷമല്ല, 430 വർഷം കൊണ്ട് അടിമയാണ്. ആദ്യം ചെയ്തത് എന്താ? വിടുവിക്കാൻ ദൈവം പ്ലാൻ ചെയ്തു. എന്താ ആദ്യം ചെയ്തേ? മോശയെ തെരഞ്ഞെടുത്തു. ഓക്കെ, തെരഞ്ഞെടുത്തിട്ടെ. അപ്പൊ നമ്മളെ രക്ഷിപ്പാൻ യേശുവിനെ തെരഞ്ഞെടുത്തു. അത് പഴയ നിയമം പുതിയ നിയമം കൂടെ ഒന്ന് സാധിച്ച പറയാമെന്ന് വിചാരിച്ചാൽ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞാനിതൊന്നും പ്രസംഗിക്കാനില്ല, പുതിയ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പാട്ട് പാടിയിട്ട് ആ പുതിയ ഭാഗത്തേക്ക് വരണം. അതിനാ ഇതെന്നാൽ ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി ഒന്ന് ആരാധിക്കാനായി നോക്കുന്നത്. സ്തോത്രം. ഓക്കെ, എത്ര മാത്രം നടക്കുമെന്ന് അറിയത്തില്ല. നമ്മൾക്ക് യേശുവിനെ അന്ന് മോശയെ തെരഞ്ഞെടുത്ത പോലെ ആരെ തെരഞ്ഞെടുത്തു? യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തു. അപ്പം മോശയെ തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിലും നമ്മൾ മനസ്സിലാകട്ടോ. ആദ്യം എവിടെ കാണിച്ചു? ആദ്യം എവിടെ കാണിച്ചേ? ആദ്യം ദൈവം ചെയ്ത എവിടെ? അടയാളം എവിടെ ചെയ്തേ? സ്വന്തം ജനത്തിൻ്റെ അടി. സ്വന്തം ജനം. അതെന്തിനാ? ആദ്യം അവരാണെന്ത് വേണ്ടി? ഞാൻ അവർക്ക് വേണ്ടിയാണ് വിശ്വസിക്കുക, ഞാൻ പ്രവർത്തിക്കുന്നത്. ആദ്യം അവരെന്ത്? എന്നെ ജാതികളല്ല വിശ്വസിക്കണ്ടേ, എൻ്റെ ജനം എന്നെ വിശ്വസിക്കണം. എൻ്റെ മക്കൾ, അയലോക്കാരനല്ല, എൻ്റെ മക്കളല്ലേ എന്നെ വിശ്വസിക്കണ്ടേ? അപ്പനെ വിശ്വസിക്കേണ്ടത് സ്വന്തം മക്കളല്ലേ? അപ്പനെ ബഹുമാനിക്കേണ്ടത് സ്വന്തം മക്കളല്ലേ? അയലോക്കാരനാണോ? ആദ്യം എന്ത് ചെയ്യണം? ദൈവം ആരാണെന്നറിയണം. അതാദ്യം അവരുടെ നടുവിൽ എന്ത് ചെയ്തു? വടിയിട്ടു. എന്ത് ചെയ്തു? വെള്ളം ഒരു കരക്കൊതിച്ചു. സ്തോത്രം. മോശയോട് പറഞ്ഞു എൻ്റെ കൈ എന്ത് ചെയ്യാൻ? മാർവടത്തിലിടാൻ പറഞ്ഞു. ഇതെടുത്തപ്പം കുഷ്ഠമായി, പിന്നെയും ഇടാൻ പറഞ്ഞു. ഇങ്ങനെ അവരെ, നിങ്ങളുടെ ദൈവം, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, അവൻ ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു, അവൻ്റെ വിടുതലിൻ്റെ സമയമായി എന്ന് അവർക്ക് എന്ത് ചെയ്യാം? ഉറപ്പ് കൊടുക്കുക. ഇനിയും എന്നിട്ട് ഇവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഇവർ ഈ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ഇട്ടിരിക്കുക. അക്വേറിയത്തിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് കാണുക. അവിടെ വെട്ടുക്കിളി ഇറങ്ങുന്നു, തവള ഇറങ്ങുന്നു, നായീച്ചി ഇറങ്ങുന്നു, പേൻ ഇറങ്ങുന്നു, കൂരിരുട്ട് വരുന്നു, കൽമല ചെയ്യുന്നു. ഇതൊന്നും ഇതിനിപ്പുറത്തോട്ട് എന്ത് ചെയ്യുന്നില്ല. ഇതെല്ലാം ഇവിടെ നിന്നെന്തുകൊണ്ട് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവനെ മുടിക്കുക മാത്രമാണോ വിഷയം?
പിന്നെ ഈ ദൈവമക്കൾ നിന്ന് വിശ്വസിക്കണം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് സർവ്വതും കഴിയുമെന്ന് വിശ്വസിക്കണം. ഇതുവരെ പുറപ്പെടുവിക്കാൻ തുടങ്ങിയില്ല, ഇതുവരെ യാത്ര തുടങ്ങിയില്ല. ദൈവം ആദ്യം നിന്റെ ഉള്ളിൽ വിശ്വാസം വരണം. എന്റെ ദൈവത്തിന് സർവ്വതും കഴിയും. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഉപവിഗ്രഹങ്ങളും ഒരു ദുഷ്ടപിശാചും ഇല്ലെന്ന് നീ വിശ്വസിക്കണമെന്ന്. അതാണ് ദൈവം ചെയ്യുന്നത്. അവൻ സേവിക്കുന്ന സകലത്തെയും അവന്റെ സേവനമായി. ഈ തവളയും അതും എല്ലാം അവൻ ആരാധിച്ചുകൊണ്ടിരുന്നു. അവൻ സേവിക്കുന്ന ദൈവമെന്ന് അവൻ പറയുന്നത്. അതാണ് മിസ്രൈമിന്റെ ദൈവത്തെ ദൈവം ന്യായം വിധിച്ചിട്ടാണ് അവരെ പുറപ്പെടുവിച്ചെന്ന. അവൻ സേവിക്കുന്ന ദൈവങ്ങളെ എന്ത് ചെയ്തു? ആരെ? ദൈവങ്ങളെ. അപ്പം നമ്മുടെ ദൈവം മറ്റ് ദൈവങ്ങളെന്ന് പറയുന്നതിനെ ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ദൈവം ഈ ലോകത്തെ മറ്റുള്ള ജാതികൾ സേവിക്കുന്ന ദൈവമെന്ന് പറയുന്നതിനെ ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന്. അപ്പൊ നമ്മുടെ ദൈവം ആരാ? ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം ആദ്യം ഇവരുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? വിശ്വാസം. ഇന്ന് രാത്രി കണ്ണടച്ചെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ വിശ്വാസം വരട്ടെ. ഈ ഭൂമിയിൽ ആരുടെ ഉള്ളിൽ വിശ്വാസം വരുന്നതിനേക്കാൾ കർത്താവേ, എൻ്റെ ഉള്ളിൽ അങ്ങയെക്കുറിച്ചുള്ള വിശ്വാസം തരണമേ. എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ കാതൊന്ന് തുറക്കണമേ. ചിലത് കാണുന്നത് ഗ്രഹിക്കാൻ, കേൾക്കുന്നത് ഗ്രഹിക്കാൻ എൻ്റെ മന്നേ അവസ്ഥ മാറട്ടെ. ഹല്ലേലൂയ. അപ്പം ഇനിയും സ്തോത്രം. ഇത്രയും ചെയ്തു. ഇവരെ ഇനി അവിടെ നിന്ന് പുറപ്പെടുവിക്കാം. അപ്പം ഒരാളെ ദൈവത്തിന് വിശുദ്ധിയിലേക്ക് നടത്തണമെങ്കിൽ, ഇത്രയും ദൈവത്തിന് തിരികെ എത്തിക്കുന്ന പ്ലാനൊക്കെ ദൈവം ഇങ്ങനെ കാണിക്കാം. അപ്പം വിശുദ്ധിയിലേക്ക് നടത്തണമെങ്കിൽ എന്താ ദൈവം ചെയ്യുന്നേ? ഞാൻ എളുപ്പം മാർഗം പറഞ്ഞുതരാം. പണ്ടൊക്കെ നിങ്ങൾക്കറിയത്തില്ല, പണ്ടൊക്കെ കുളമുണ്ടായിരുന്നു. വെള്ളം കോരുന്ന കുളം ഇല്ലേ? കുളം കണ്ടിട്ടുള്ളവരെന്ന് പറഞ്ഞു ഉണ്ടുണ്ട്. ഈ കുളം മൊത്തം എന്ത് ചെയ്യുക? കലങ്ങി കിടക്കുമെന്നിരിക്കട്ടെ. അപ്പം നോക്കിയപ്പം നല്ല തെളിവില്ല. എവിടുന്നോ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഒരുക്കി വരുന്നുണ്ട്. അതെന്താണ്? കലക്കലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തേ? അപ്പം ഈ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ എന്തോ ചെയ്യണം? ഈ വെള്ളം മൊത്തം തേക്കി പറ്റിക്കണം. ആണോ? ആദ്യം മലിനപ്പെട്ടു വരുന്ന വെള്ളത്തെ അടയ്ക്കണം. ആദ്യം മലിനപ്പെട്ടു വരുന്ന വെള്ളത്തെ അടച്ചാൽ മതി. താമസിച്ച് നീ കിടന്നുറങ്ങിയിട്ട് രാവിലെ വന്നാലും ഇതെന്ത് ചെയ്യും? തെളിഞ്ഞു കിടക്കും. പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ തെളിയാനുള്ള മാർഗം ഇതിനാണ്. സ്വത്രം സർവ്വജാതികളിൽ നിന്നും പാശക്കാൽ നിന്നെ പറിച്ചുകൊണ്ട് മരുഭൂമി വെച്ചത്. ഇനി നീ മറ്റുള്ള ലോകജാതികളെ കൊണ്ടൊന്നും ഒരു ബന്ധവും വേണ്ട. നിന്നെ ഞാൻ എത്ര പഠിപ്പിച്ചാലും ഈ മലിനത ഒരുകി വന്നുകൊണ്ടിരുന്നാൽ നീ എന്ത് ചെയ്യത്തില്ല? ഈ മലിനത ഒരുകി വന്നുകൊണ്ടിരുന്നാൽ നീ ഒരിക്കലും, കലക്കൽ ഒരുകി വന്നാൽ ഒരിക്കലും തെളിയത്തില്ലെന്ന്. ദയവായിട്ട് നാവ് തുറന്നൊന്ന് പറയണേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാനും ദൈവമൊന്നുമല്ല, ഞാനൊരു ജഡത്തിൽ വസിക്കുന്നൊരു പോഷനല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും കിടന്ന് അലച്ചു വിളിച്ച് പറയുന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മലിനമായ വെള്ളം വന്നുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യത്തില്ല? ഈ വെള്ളം തെളിയത്തില്ല. അപ്പം നമ്മളെ ഓണം എന്നുള്ള ഈ പൈശാചിൻ്റെയും അത് എന്ത് ജാതികമാണെങ്കിലും നിന്നെ പറിച്ചു മാറ്റി നിർത്തുന്നത് എന്തിനാ? അത് പിന്നെ നിന്നിലേക്ക് ഒരുങ്ങി വരാതിരിക്കാൻ. വല്ലോ മനസ്സിലായോ? ഉള്ളതുപോലെ പറയണ്ടേ, മനസ്സിലാകണ്ടേ? അപ്പം നീ ഓണത്തിന് നീ 2 ചാപ്പാടടിച്ച് നേർച്ച സാരമില്ലെന്നേ. നീ 1 2 നീ 52 ഐറ്റം ഉള്ളതോ നീ കഴിക്കേ. പക്ഷേ ഇത് ഒരുങ്ങി വരുന്നിടത്തോളം നീ വീണ്ടും മലിനപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന്. നീ ഊമവിഗ്രഹങ്ങളെ ആരാധിച്ചവനാണെങ്കിൽ നീ ഇവിടെ വന്ന് ആരാധിച്ചിട്ട് വീണ്ടും ആരാധിക്കാൻ പോകുമ്പോൾ നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. നീ മലിനമായിക്കൊണ്ടേയിരിക്കുമെന്ന്. നിങ്ങൾ എന്ന് ചോദിച്ചേ, 12 രാത്രിയില്ലാതെ പകലില്ലാതെ കൊണ്ടു നടന്നു. രാത്രിയും പകലും യേശുവിൻ്റെ കൂടെ ഈ 12 മരത്തിൻ്റെ ചോട്ടി കിടന്നാൽ ഒന്നിച്ച് കിടക്കും. വീട്ടിലാണെങ്കിൽ ഒന്നിച്ച് വീട്ടിലാണ്. ഒന്നിച്ച് 2 കൂട്ടർക്ക് 2 ഭക്ഷണമല്ല. പക്ഷേ ഒരുത്തൻ എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് എവിടെ പോവും? മഹാപുരോഹിതൻ്റെ അടുക്ക പോവും. ഇടയ്ക്കിടയ്ക്ക് എവിടെ പോവും? ന്യായശാസ്ത്രി അടുക്ക പോവും. ആരാ?
യൂദ ഇടയ്ക്കിടയ്ക്ക്. അപ്പം അവനെന്ത് ചെയ്യുന്നില്ല? പറഞ്ഞ മനസ്സിലായി. അവനെ ശുദ്ധീകരിക്കാൻ ആർക്ക് കഴിയും? വല്ലോ ഗ്രഹിച്ചോ? നോക്കിയേ, അവൻ ഈശോത്ര ഇടയ്ക്കിടയ്ക്ക് ഇവൻ വിചാരിക്കുന്നത് യേശു അറിയുന്നില്ലെന്നാണ്. യേശു അറിയുന്ന അവിടെ നിൽക്കട്ടെ. ദൈവം തന്നെ പറിച്ച് അവിടെ നിന്ന് മാറ്റിയപ്പോൾ നീ അതുകൊണ്ട് അപ്പച്ചന്മാർ പറഞ്ഞ പാശബന്ധങ്ങളെ അറുത്തു മാറ്റണമെന്ന്, അല്ലാതെ നീ ശുദ്ധീകരിക്കപ്പെടത്തില്ലെന്ന്. അല്ല, ഓണത്തിന് നീ പോകുന്നതോ വേറെ ഒന്നുമല്ല വിഷയം. നീ പിന്നെ എത്ര പെന്തക്കോസിൽ നീ എല്ലാ ദിവസവും കർത്തൃമേശ എടുത്താലും നീ വിശുദ്ധീകരിക്കപ്പെടത്തില്ല. നീ ഈ കർത്തൃമേശ എടുത്ത് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇത് വീണ്ടും നിന്നിലേക്ക് ഒഴുകി വരികയല്ലേ. അതുകൊണ്ട് ആ മരുഭൂമിയിൽ 3 ദിവസം പോയി എന്നെ ആരാധിക്കുക. ഒന്നിൻ്റെ തണൽ വേണ്ട, എൻ്റെ തണലിൽ, അത്യുന്നതൻ്റെ മറവിൽ, ഈ അത്യുന്നതൻ്റെ തണൽ നീ ഇനി ആരാധിച്ചാൽ മതി. വേറൊന്നിൻ്റെ ആരാധന വേണ്ട, ഒന്നിൻ്റെയും ആരാധന വേണ്ട. ഒരു പരുത്ത് പോലും ഇതിനകത്ത് കയറാതിരിക്കാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും വിട്ട് അതിനകത്തായി ഇവരെ നടത്തുന്നത്. എന്തിനാ? ശുദ്ധീകരിക്കുക. അപ്പോൾ നമ്മളെ ദൈവമക്കളാക്കാൻ ദൈവം ചെയ്യുന്ന ആദ്യം അതുകൊണ്ടാണ്. ഈ വക്രതയുള്ള, പത്രോസ് ആദ്യത്തെ പ്രസംഗമാണ് അല്ലേ, വക്രതയുള്ള തലമുറയിൽ നിന്നും വേർപെട്ടിരിപ്പീൻ. അല്ലോ, മനസ്സിലായോ? അപ്പോൾ നമ്മളെ ആയിരിക്കും കൂട്ടുകാരുടെ കൂടെ ഞാനൊന്ന് പോയെന്നേ ഉള്ളൂ, അവൻ്റെ പെരുന്നാളാണ്, ഞാനും അവൻ്റെ കൂടെ പോയിരുന്ന് ചാപ്പാടടിച്ചതേ ഉള്ളൂ. പക്ഷെ നിൻ്റെ അണ്ണാക്കിലോട്ട് ചെന്നത് സാധാരണയല്ല, പിശാച് ബന്ധിച്ച ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, എൻ്റെ അമ്മാച്ചൻ്റെ മകൾ ബോംബെയിലുണ്ട്, സ്വത്രം മകളുടെ മകളുണ്ട്, അവിടുത്തെ ടെലിഫോൺസിൽ നല്ല ശമ്പളത്തോടെ ജോലിയാണ്. പക്ഷേ ഒരു ദോഷവുമില്ല. പക്ഷെ വിവാഹം വേണ്ട, ഒരു ശല്യവുമില്ല, ഒരു ചെറുക്കനോട് ബന്ധമില്ല, ഒരു പേര് ദോഷം കൽപ്പിക്കുന്നില്ല, വിവാഹം വേണ്ട, ഇത്രേ ഉള്ളൂ. സ്വത്രം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ചെന്നപ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യ അമ്മായി പറഞ്ഞു, മോനെ നീ അത് ബോംബ് ഒരു ദിവസം ബോംബോരി ഒന്ന് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മായി ഞാൻ തിരിച്ച് ഇനി നാട്ടിൽ വരും മുമ്പ്. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ചെന്നു. ഞങ്ങളവിടെ ഹല്ലേലൂയ, സ്തോത്രം, അവർ സ്വന്തമായിട്ട് വീടെടുത്ത് വർഷങ്ങളായിട്ട് താമസിക്കുന്നവരല്ലേ. ഹല്ലേലൂയ. 9 നമ്പറിനൊക്കെ അറിയാം, പൈപ്പ് ലൈനിൻ്റെ അവിടെ ഗാഡ് കൂപ്പറിൽ താമസിക്കുകയാണ്. താമസിക്കുന്ന ഉടനെ അവിടെ ചെന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിന് വേറെ ദോഷമൊന്നുമില്ല, പ്രാർത്ഥിക്കാനിരുന്നു. ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. നീ മനസ്സോടെ ദൈവസന്നിധി മുട്ടുമടക്കുക. നീ വാഹനത്തിന് ചെലവ് കൊടുത്തും ടിക്കറ്റ് എടുത്തും പോകുന്നു നഷ്ടമല്ല. ദൈവം നിന്നെ കൊണ്ട് പാഴ്വേല ചെയ്യിക്കത്തില്ല. നിനക്ക് വലിയ കരിവൊന്നുമില്ല. ഇന്നലെ വരെ നിന്നിൽ കൂടെ ഒന്നും നടന്നിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ ഒരു ചുവട് വെച്ചാൽ ദൈവം നിന്റെ കൂടെ കാണുമെന്ന്. നീ ഒരു മനസ്സ് കാണും. നിന്റെ വലിപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ദൈവത്തിന് ആ വ്യക്തിയെ വിടുവിക്കാൻ സമയമായി. ദൈവത്തിന് ആ വ്യക്തിയെ വിടുവിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ അല്പനേരം അന്യഭാഷ ദൈവത്തെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. അമ്മച്ചൻ്റെ മകളുണ്ട്, ഈ മകളുമുണ്ട്. ഹല്ലേലൂയ. ഈ മകളുടെ അപ്പച്ചൻ പപ്പ മരിച്ചു പോയതാണ്. ഹല്ലേലൂയ. ഇതെല്ലാം പിശാച് കിട്ടുന്ന കെട്ടാണ്. ഹല്ലേലൂയ. നോക്കിക്കോണം, ഇങ്ങനെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദാസി ഒരു ദർശനം കാണുകയാണ്. ഈ കുഞ്ഞു പോയി ഒരമ്പലത്തിൽ പ്രസാദത്തിന് വേണ്ടി നിൽക്കുന്നു. വെളിപ്പാട് കാണുക. ഒരു വെളിപ്പാട് കൃത്യമായി കണ്ടാൽ പിന്നെ പിശാച് അരിയത്തില്ല, പിന്നെ പിശാച് അവിടെ ഇരിക്കത്തില്ല. 4 പേരുടെ നടുവിൽ ഒരുത്തൻ കള്ളനാണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ കള്ളൻ എന്ത് ചെയ്യത്തില്ല, അവിടെ ഇരിക്കത്തില്ല. അപ്പോൾ അതിനാണ് ദൈവദാസന്മാരും ഒക്കെ വരുമ്പോൾ വെളിപ്പാടിൽ കൂടെ വെളിപ്പെട്ട് വരാനായി പ്രാർത്ഥിക്കണം. ആ വെളിപ്പെട്ട് വന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതാണെങ്കിലും അതരി, പിന്നെ അതിരിക്കത്തില്ല, അതിരിക്കാൻ കഴിയത്തില്ല. കാരണം അതാരാണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. പെട്ടെന്ന് ആരാധനത്തിനോട് ചോദിച്ചു, മോളെ ഇങ്ങനൊരു കാഴ്ച കാണുന്നല്ലോ. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി മേടിച്ചതാണ്, അവിടെ ബന്ധിച്ചു. ഞങ്ങൾ അവിടെ അല്പനേരം പ്രാർത്ഥിച്ചു. ദൈവം തന്ന നിയമപ്രകാരം 1 ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് പറഞ്ഞു 3 മാസത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമെന്ന്. കൃപയാൽ 3 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു. ഇന്നും അവർ ഐശ്വര്യമായി ജീവിക്കുന്നു. ചില ബന്ധനങ്ങൾ നീ അറിയത്തില്ല. കൂട്ടുകാരുടെ കൂടെ പോയി നീ കൈ നീട്ടുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയി എന്താ കാര്യം? ഈ മലിനത ഒരുങ്ങി വരികയാണ്. നിന്നെ അതുകൊണ്ട് പറിച്ചു മാറ്റി നിർത്തുന്നത്.
നിന്നെ പറിച്ച് ചിലയിടത്തുനിന്ന് മാറ്റി നിർത്തും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പെന്തക്കോസ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള സമുദായക്കാര് സ്തോത്രം പരിഹസിച്ചാലും ഇതിന് പരിഹാസമൊന്നും ഏൽക്കുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ടത്. ഇത് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഇതിനോട് ജയിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ പണിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം, നമ്മളെ ആയിരിക്കും കൂട്ടുകാരുടെ കൂടെ പോയി ഒന്ന് ചെയ്യുന്നതോ ഒക്കെ സാരമില്ല. അവരെ വേദനിപ്പിക്കുന്നത് എങ്ങനെ എന്നാ ചിന്ത. അവരെ വേദനിപ്പിക്കുന്നത് എന്താ? വേറൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആരെ വേദനിപ്പിച്ചാലും നമുക്കൊരു പ്രമാണമുണ്ട്. അത് പറയാൻ ധൈര്യം കാണിക്കണം. നിന്നെ കൊല്ലുന്ന വിഷയമല്ല, തീച്ചൂള കൂട്ടിയിട്ട് അതിനകത്ത് എടുത്തിടുമെന്നല്ലോ പറയുന്നേ. അവിടെ എടുത്തിടുമെന്ന് പറഞ്ഞപ്പോഴും നീ എടുത്തിട്ടോ, ഞാൻ സേവിക്കുന്ന ദൈവം തീച്ചൂളയെന്ന് വിടുവിക്കാൻ കഴിയുന്നവനാ. അതുകൊണ്ട് ഞാൻ ഈ ബിംബത്തെ നമസ്കരിക്കയില്ല, ഈ ഉപവിഗ്രഹത്തെ നമസ്കരിക്കയില്ല. ഇന്ന് പകൽക്കാലം നീ പറ, എന്റെ ദൈവം സർവശക്തനാ, അവൻ അത്തിയാൻ, അവൻ ദഹിപ്പിക്കുന്ന അത്തിയാൻ. അവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഉത്തരമില്ല. നമ്മളിത് പറയണ്ടേ? ആ ധൈര്യം കാണിക്കുന്നവരല്ല നിത്യത വേണ്ടത്. അല്ലാതെ ചണഞ്ഞെന്ന് പറഞ്ഞ് ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ, പോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ഇവരാരും അവിടെ കടക്കയില്ലെന്നല്ലേ? അവ ഭീരുവല്ലേ? നീ ഭീരുവായിട്ടല്ലേ? നിന്റെ കൂടെ നടന്നിട്ട് നിന്നെ ചതിക്കുന്നവരുണ്ടല്ലോ, പണം മേടിച്ചും കടം മേടിച്ചു, അല്ലാതെ നിന്റെ ATM കാർഡ് കൊണ്ടുപോയും നിന്റെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയി നിന്നെ അവന് ചതിക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ എന്തിനാ എനിക്കിത് വേണ്ട, ഞാനൊരു ദൈവ പൈതലാണെന്ന് എന്തുകൊണ്ട് പറയാൻ നിനക്ക് കഴിയുന്നില്ല? അത് നമ്മൾ പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. സ്തോത്രം. ഇനി ഹോട്ടലിൽ പോയി കഴിച്ചാലും ആരും കുടിക്കാറ് സ്തോത്രം ചെയ്ത് മാത്രമേ കഴിക്കാവൂ. സ്തോത്രം പറഞ്ഞു യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കുന്നു. കാണുന്നവർ കാണട്ടെ, എങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കാര്യം. അപ്പോൾ ഒന്നാമതായി നമ്മളെ എന്ത് ചെയ്യും? വേർപാടിലേക്ക് പറിച്ചു മാറ്റും. പറിച്ചു മാറ്റൽ ഇന്ന് നടന്നിട്ടില്ലെങ്കിൽ, പലതും പലരിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിന്നിൽ എന്തോ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുക, മലിനത ഒലിച്ചു വന്നുകൊണ്ടിരിക്കുക. നിന്നെ നന്നാക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്നു രാത്രി നീ ഇത് കേട്ടിട്ടൊരു തീരുമാനമെടുത്താൽ, ഈ രാജ്യത്ത് വന്നു എനിക്കും ഒത്തിരി മദ്യപിക്കുന്നവര്, ചീട്ട് കളിക്കുന്നവര്, ഞാനിരുന്ന് കളിച്ചതും ഞാൻ കുടിച്ചതും ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് ആ വ്യക്തിയോട് പറയാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അവിടെ ഒരു കാര്യം കാര്യമായിട്ട് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരോട് പരത്തിക്കോളൂ. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഡ്യൂട്ടി ഫ്രീ എന്നൊരു സ്തോത്രം എനിക്ക് പൈസ വന്നിട്ട് ഒരു 555 സിഗരറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അവനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്തി. മോനെ സ്തോത്രം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. സ്തോത്രം കഴിച്ചില്ല. ഞാനൊരു ബിരിയാണിയോട് മേടിച്ചുകൊണ്ട് വരട്ടെ? ഇങ്ങനെ തന്നെ ചോദിച്ചു. ഞാനൊരു ബിരിയാണിയോട് മേടിച്ചുകൊണ്ട് വരട്ടെ? അതിനെ ചോദിച്ചേ. ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ 2 ബിരിയാണി പൈസ തരണ്ട മേടിച്ചു തരാം, പക്ഷേ ഈ സിഗരറ്റ് മേടിക്കാൻ ഇനിമേലും എന്നോട് പറയരുത്, ഞാനൊരു ദൈവവേദലാ. അതവിടെ പരന്നു. പിന്നെ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തണം. ചില പറയുന്നത് ഞാൻ ഇത്ര നാളായി ഞാൻ ആരാണെന്ന് അവർക്കാർക്കും അറിയത്തില്ലെന്ന് വലിയ അഭിമാനമായിട്ടാ. നീ ആരാണെന്ന് വെളിപ്പെട്ടാൽ സ്തോത്രം. അല്ലയോ രൂത്തേ, നിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ പിന്നെ ആരും നിന്നെ അസഹ്യപ്പെടുത്തത്തില്ല. നീ പറയണം, നീ നവോമിയോട് പറയണം, രൂത്തേ, നീ നവോമിയോട് പറയണം, എന്റെ ഉള്ളിലൊരു തീരുമാനമുണ്ട്. ഇന്ന് മുതൽ നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ മരിച്ചടക്കപ്പെടുന്നതല്ലാതെ ഞാൻ ഇനി മരിച്ചടക്കപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവം തക്കവണ്ണം എന്നോട് ചെയ്യട്ടെ. നിന്റെ തീരുമാനമാണ് വലുത്. അത് നീ വെട്ടി തുറന്ന് പറയണം. അത് നിനക്കൊരു ജയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇതിനെ പേടിക്കുന്ന ആരുടെ ആരെല്ലാം എന്തെല്ലാം നിനക്ക് ചിലപ്പോൾ 1 കോടി രൂപ നഷ്ടം വന്നാലും സ്തോത്രം അതിൻ്റെ 10,000 ഇരട്ടി തരാൻ നിന്റെ ദൈവത്തിന് കഴിയത്തില്ലേ? പിന്നെന്തിനാ? ഹല്ലേലൂയ. അതാണല്ലേ അബ്രഹാം പറഞ്ഞത്. സ്തോത്രം സോദോം രാജാവിനെ സ്തോത്രം ധനികനാക്കണ്ടെന്ന് പറഞ്ഞത് ദൈവം കേട്ടില്ലേ? ഇന്നും ആരാ? അബ്രഹാം ധനികനായിട്ട് തന്നെ നിൽക്കുന്നു. എന്തിയെ സോദോം രാജാവ്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മലിനമായ ഇത് വീണ്ടും നമ്മളിലേക്ക് ഒഴുകി വരാൻ നമ്മൾ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്.
അതിന്ന കാര്യം മാത്രമല്ല, ജാതീയ പശ്ചാത്തലത്തിൽ വന്നാൽ, സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് വരും. ഇങ്ങനെ പഠിക്കൂടെ പോകുമ്പോൾ സ്വതന്ത്രം ജാതികൾ പിന്നെ ഊമവിഗ്രഹത്തെ ആരാധിക്കുന്നു പറയാം. മറ്റേതെന്ന് പറയുമ്പോൾ അതുവഴി പോകുമ്പോൾ ആ കുന്തിരുക്കത്തിൻ്റെ ഒരു മണം വരുമ്പോൾ അകത്തോട്ട് പിടിക്കാൻ നീ ശ്രമിക്കരുത്, നീ അത് വിട്ടു വന്നതല്ലേ. അവിടെ ആയിരുന്നെങ്കിൽ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, വെള്ളുള്ളി ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു. ഒറ്റ ഒരെണ്ണം ഭൂമിക്ക് മുകളിലുണ്ടാകുന്നതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ഇത്ര തണ്ണിമത്തങ്ങ ഇത്ര ആയിട്ടിലാണോ ഉണ്ടാകുന്നത്? ഉള്ളി ഇത്ര ആയിട്ടിലാണോ ഉണ്ടാകുന്നത്? ചിറ്റുള്ളി, വെള്ളുള്ളി, ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്ന ഭൂമിക്കുള്ളിൽ, ഭൂമിയുടെ അടിയിലുണ്ടാകുന്നത് നിന്നെ കരിപ്പിച്ച് ഭൂമിക്കടിയിൽ നിന്നെ ഒതുക്കാൻ അഭിശ്വാസമിക്കുമ്പോൾ നിന്നെ കൊണ്ടുപോകുന്നത് മാതളം, ഒലിവ്, മുന്തിരി, സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം എവിടെ ഉണ്ടാകുന്നേ? മുകളിലല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഉയരത്തിലുള്ളത് ഭക്ഷിച്ച് നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ശ്രമിക്കുന്നത്. പിശാച് നിന്നെ താഴെയുള്ളത് ഭക്ഷിപ്പിച്ച് താഴെ ഭൂമിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഉയരത്തിലുള്ളത് ഭക്ഷിക്കണം, ഉയരത്തിലുള്ളത് നീ ഭക്ഷിക്കണം, അല്ലേ? ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം എന്തൊക്കെയോ? മാതളം, അത്തി, സ്തോത്രം, മുന്തിരി, ഒലിവ്, സ്തോത്രം, ഇതെല്ലാം ഉയരത്തിലാണ് കഴിക്കുന്നത്. അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞു. നമ്മൾ ഉയരത്തിലുള്ളത് ഭക്ഷിച്ച് ഉയരത്തിലേക്ക് പോകണം, താഴെയുള്ളത് ഭക്ഷിക്കാനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. നമ്മളിലേക്ക് ഇനി മലിനത, ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരി കാര്യം പറ്റിയില്ലെങ്കിൽ മലിനത എന്നിലേക്ക് ഒഴുകി വരാൻ ഞാൻ സമ്മതിക്കുന്നില്ല. എടി കൊച്ചെ, ഒരു പ്രാവശ്യം നീ ഉപേക്ഷിച്ചത് വേണ്ട, എനിക്ക് വേണ്ട മോളെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് നീ ഇവിടെ ഞാൻ ഉപേക്ഷിച്ചതാ, ഇനി ഞാൻ എടുക്കാൻ തയ്യാറല്ലെന്ന് നീ പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അവിടെയാണ് അതിൻ്റെ മാന്യത കിടക്കുന്നത്. അതൊന്നും ദൈവം മറന്നു കളയത്തില്ലെന്ന്. സ്വത്ര ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹല്ലേലൂയ, 1966 എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, ഒരാഴ്ച കഴിഞ്ഞില്ല എൻ്റെ അപ്പൻ്റെ അനുജൻ സ്തോത്രം വസ്തു അളക്കുന്നവരെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ വസ്തു അളക്കാൻ അന്നിങ്ങനെ ചങ്ങലയെ പിടിക്കുക അളക്കുന്ന, ഇന്നത്തെ പോലല്ല. സ്തോത്രം, ചങ്ങല പിടിച്ച് അളക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ, അതിൻ്റെ അളവുകാരനും പഞ്ചായത്ത് മെമ്പറും, ഹല്ലേലൂയ, സ്തോത്രം, പഞ്ചായത്ത് പ്രസിഡൻറ്റും, സ്തോത്രം, പോലീസ് ഏമാനും ഹെഡും എല്ലാം കൂടെ വന്നപ്പോൾ സ്തോത്രം ഈ വിധവയായ ഈ സ്ത്രീ കൂടെ വരണ്ട ഇത് അളക്കാൻ. സ്തോത്രം, ഇവരെ വിളിച്ചിറക്കിയപ്പോൾ ഈ സ്തോത്രം ഹല്ലേലൂയ, ചിരട്ടയും കുടുക്കയും പോലിരിക്കുന്ന പിള്ളാരെ വിളിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, ഏമാനെ സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ അനുജനാണത്, അനുജന് വേണ്ടിയെടുത്തോളം നീ അളന്നു കൊടുക്ക്, എനിക്കും ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് നീതി നടത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞതാ ഈ വിധവ. ഇത് കേട്ടിരിക്കുന്നവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് താഴെ വീണു. കിലുകിലാന്ന് കേട്ടപ്പോൾ ഇവർ തമ്മിൽ നോക്കിയിട്ട് ഈ ചങ്ങല എടുത്തുകൊണ്ട് നടന്നു. 2025 പിന്നെ അവിടെ ചങ്ങല പിടിച്ചിട്ടില്ല. ദൈവം തീരുമാനിക്കണം അവിടെ ചങ്ങല പിടിക്കണമെങ്കിൽ. കാര്യം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണത്. സർവശക്തന്റെ കയ്യിൽ കാര്യമേൽപ്പിക്കാൻ. നിന്റെ ഏത് വേദനാജനകമായ വിഷയമാണെങ്കിലും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കേ. അത് ദൈവം ഏറ്റെടുക്കുമെന്ന്. ദൈവം ഏറ്റെടുത്താൽ അതിനെ തൊടാൻ ഒരുത്തർക്ക് കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ മാനിക്കാൻ തീരുമാനിച്ചാൽ ആർക്കത്തിന്റെ തല താഴ്ത്താൻ കഴിയത്തില്ലെന്ന്. ഈ പറയുന്നതല്ല, അനുഭവത്തിൽ കൂടാണ് പറയുന്നത്, വെറുതെ പറയുകയല്ല. അതുകൊണ്ട് നിൻ്റെ ഉള്ളിലൊരു ധൈര്യം ഉണ്ടായിരിക്കണം, നിൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങളിനി ഓരോന്ന് നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇവിടെ നിന്നും പറവോൻ്റെ ഈ ചെങ്കടൽ കടന്ന് ഇപ്പുറത്ത് സ്തോത്രം മാറ്റി നിർത്തിയെന്നാണ്. ഇനി നീ പറവോനുമായിട്ടൊരു ബന്ധം വേണ്ട, അവൻ്റെ ആരാധനയുമായിട്ട് വേണ്ട, അവൻ്റേതൊന്നും ഭക്ഷിക്കുകയും വേണ്ട. ഞാൻ നിനക്ക് പാറയിൽ നിന്ന് വെള്ളം തരാം, ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ ഈ മണ്ണിൽ നിന്ന് കോരിയല്ലേ കുടിച്ചത്, പാറയിൽ നിന്ന് ഞാൻ നിനക്ക് നീരുറവ തരാം. സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് ഞാൻ മഞ്ഞ നിനക്ക് തരാം. സ്തോത്രം, നീ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന സ്തോത്രം ലിവ്യാതാന്റെ തല തകർത്ത് ഞാൻ നിനക്ക് കാടയെ തരാം. ഈ 40 വർഷം ഇത് മാത്രം നീ ഭക്ഷിച്ചാൽ മതി. ഇത് മാത്രം ഭക്ഷിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള കാളക്കുട്ടിയും നിന്റെ ഉള്ളിൽ അന്യാരാധനയും അശുദ്ധിയും അലിഞ്ഞു മാറും. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആ യോർദാന്റെ കരയിൽ ചെല്ലുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. നിന്റെ യാത്രയുടെ അന്ത്യത്തിൽ നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുമെന്ന്. അതിനാ ഇത് ഭക്ഷിപ്പിക്കുന്നു. അപ്പൊ ഒന്ന് നിന്നെ പറിച്ചു മാറ്റി നിർത്തും. നിന്റെ ചാർച്ച അബ്രഹാമിനോട് പറഞ്ഞല്ലേ, നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ സ്വന്തം ദേശത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പറിച്ചു നടുമെന്ന്.
പറിച്ചു മാറ്റി നിർത്തുമെന്ന്. ആദ്യം നിന്റെ ചാർച്ചക്കാരന് പ്രിയപ്പെട്ട നിന്റെ ആരാധന രീതി, നിന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തുമെന്ന്. അതാണ് ഒന്ന്. അതിന് നീ അനുവദിക്കുന്നില്ലെങ്കിൽ അതോടുകൂടി നിന്നെ കൈവിട്ട് കളയും. ദൈവത്തിന് നിന്നെ പിന്നെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. വീണ്ടും വീണ്ടും ഈ കുളത്തിലേക്ക് കലങ്ങിയ വെള്ളം വന്നുകൊണ്ടിരുന്ന എപ്പോൾ ഇത് തെളിയുമെന്നാ പറയുന്നത്. സ്തോത്രം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. നോക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കൂടെ എല്ലാവരും, കുഞ്ഞു കുട്ടികൾ മുഴുവനും ഇങ്ങനെ കട്ടള വരട്ടി ഇതിനകത്തിരിക്കുക, ഇതിനകത്ത് വെളിയിലിറങ്ങില്ലെന്ന് പറഞ്ഞു. ഓരോ കുഞ്ഞും, അന്ന് ജനിച്ച കുഞ്ഞു, സ്തോത്ര ഹല്ലേലൂയ, 100 ചില്ലുവാനം വയസ്സുള്ള വ്യക്തിയും ഈ കട്ടളയ്ക്കകത്തൂടെ കിടക്കണം. കുഞ്ഞാടിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് അതിൻ്റെ അടയാളമായി കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി ആ രക്തത്തിൻ്റെ അകത്തൂടാണ്. അതുകൊണ്ടോ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്ക് വന്നു. ഏതാ എനിക്ക് പറയുകയാണ്, ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിനകത്തൂടെ കടന്നു വന്നവൻ ഒന്ന് ചാർപ്പിടുമ്പോൾ, കാഹളങ്ങൾ ഊതുമ്പോൾ ഭൂതലം വിറയ്ക്കുമെന്ന്. അങ്ങനാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനകത്തൂടെ കടന്ന ദൈവ പൈതലേ, നീ കാഹളം ഊതുമ്പോൾ ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.